രക്ഷാ സൗജന്യമാണ്. എന്നാൽ ശിഷ്യത്വത്തിന് നമുക്കുള്ളതെല്ലാം ചെലവഴിക്കേണ്ടി വരും. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ വില നിങ്ങളുടെ ജീവിതമാണ് എന്നുള്ളത്. പ്രലോഭനങ്ങളോടും ഈ ലോകത്തിലെ കാര്യങ്ങളോടും നിങ്ങൾ ഇല്ല എന്ന് പറയേണ്ടി വരും. പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ, ഏകാന്തത, അപമാനം മുതലായവയിലൂടെ നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടി വരും. ഈ ലോകത്തിലെ മറ്റാരെക്കാളും എന്തിനേക്കാളും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച് നാൾതോറും എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാം ദൈവകൃപയിൽ ആശ്രയിക്കണം. നാം നമ്മിൽ തന്നെ ആശ്രയിക്കരുത്, മറിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. നമ്മെ ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയാക്കി മാറ്റുക എന്നതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനെ അനുകരിക്കുകയും ദൈവത്തിന് മഹത്വം കൊണ്ടുവരികയും ചെയ്യുന്നു. തിരുവെഴുത്തുകൾ വായിക്കുന്നതിലൂടെയും തിരുവെഴുത്തുകൾ അനുസരിക്കുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും നാം കൃപയിൽ വളരുന്നു. മറ്റു വിശ്വാസികളോട് നമുക്ക് സ്നേഹമുണ്ട്. നാം സ്വയം നമ്മെ തന്നെ താഴ്ത്തുന്നു. നമ്മൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, അപ്പോൾ തന്നെ സുവിശേഷം പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരെ ശിഷ്യരാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവവചനത്തിനെതിരെ മനഃപൂർവ്വം മത്സരിക്കുമ്പോഴും ലോകത്തെ പിന്തുടരുവാൻ നിങ്ങൾ യഥാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും നിങ്ങളൊരു യഥാർത്ഥ ശിഷ്യനല്ല. നിങ്ങൾ പള്ളിയിൽ പോകുന്നതിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്ന് നിങ്ങൾ കരുതുന്നു. കാര്യങ്ങൾ മോശമാകുമ്പോൾ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയുള്ളൂ. നിങ്ങളുടെ ചിന്ത ക്രിസ്തുവിനെ കുറിച്ചല്ല, മറിച്ച് ക്രിസ്തുവിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ വഴി ഒരുക്കുവാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ യഥാർത്ഥമായി അംഗീകരിക്കുമ്പോൾ നിങ്ങളിൽ മാറ്റം സംഭവിക്കും. നിങ്ങളെപ്പോഴും പാപത്തോട് യുദ്ധം ചെയ്യും. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും പാപത്തിന്റെ ജീവിത ശൈലി ആയിരിക്കുകയില്ല. നിങ്ങൾ അനുസരണത്തിൽ വളരും. അത് നിങ്ങളെ രക്ഷിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് യേശു ക്രിസ്തു നിങ്ങൾക്കും എനിക്കും അർഹിക്കപ്പെട്ട ദൈവത്തിന്റെ ക്രോധം ഏറ്റുവാങ്ങുകയും നിങ്ങളുടെ പിഴ അടയ്ക്കാനും തയ്യാറായതിനുള്ള നന്ദി കൊണ്ട് തന്നെയാണ്. യേശു ക്രിസ്തുവാണ് എല്ലാം. ക്രിസ്തുവേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.